അരുൺ, എന്താണ് ഇത്തവണത്തെ ഓണത്തിന് കീശകാലിയാകുമെന്നാണോ മാർക്കറ്റിലെത്തുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വന്ന മനുഷ്യരൊക്കെ പറയുന്നത്? മനു, ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഓണാശംസകളും നേരുകയാണ് പ്രേക്ഷകർക്കും നമ്മുടെ കൂടെ ഇത് കാണുന്നവർക്കൊക്കെ നല്ലൊരു ഓണാശംസകൾ നേരുന്നു. കോഴിക്കോട് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് നേരുകയാണ്. എന്തായാലും ഈ ഒരു ഓണം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ്, പല കാര്യങ്ങളിലുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെയല്ല. അതിൽ തിരുവനന്തപുരത്ത് നിന്നും കമലേഷും കൊച്ചിയിൽ നിന്ന് അർച്ചനയും പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെ അതേ നേർചിത്രം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും കാണാൻ പറ്റുന്നത്, പൊതുവിപണിയിൽ കാണാൻ പറ്റുന്നത്. അത് ഏത് മാർക്കറ്റിൽ പോയാലും ഞാൻ നേരത്തെ മനു പറഞ്ഞ ആ ഒരു വസ്തുത ഞാൻ പരിശോധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ എത്ര സമർത്ഥമായാണ് ഈ കള്ളക്കഥകൾ പടച്ചുവിടുന്ന ചില മാധ്യമങ്ങളുടെ കാര്യങ്ങൾ. കാരണം ഈ സപ്ലൈകോയുടെ വിറ്റുവരവിൽ തന്നെ ആ ഒരു കൃത്രിമത്വം കൊണ്ടുവന്ന് വിറ്റുവരവ് കൂടിയെന്നുള്ള ഒരു കള്ളക്കണക്കുണ്ടാക്കി അങ്ങനെയൊക്കെയാണ്. ആ തരത്തിലാണ് ഈ ഒരു വിപണിയിലുണ്ടായ വിലക്കയറ്റത്തെ ചിലരെങ്കിലും മറച്ചു പിടിക്കുന്നത്. മനു പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇതിൽ വിപണിയിൽ ഇടപെടാൻ സർക്കാർ കൈക്കൊണ്ട ചില പരാജയങ്ങളുണ്ട്. ചിലതെന്നല്ല, എല്ലായിടത്തും എല്ലാ മേഖലയിലും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ആളുകൾ നമ്മളോട് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ പോലും പലർക്കും കിട്ടിയിട്ടില്ല മനു. ഈ ഒരു ഓണക്കാലത്ത് സാധാരണക്കാർക്ക് മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്ന കഴിഞ്ഞ LDF സർക്കാർ അഡ്വാൻസായി പോലും ആഘോഷവേളകളിൽ നൽകിയിരുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ പോലും നിരാലംബരായിട്ടുള്ള ഈ ഒരു പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് ഇത് ലഭിച്ചിട്ടില്ല ഈ ഓണക്കാലത്ത് മനു. അത് തന്നെ വലിയൊരു ഗൗരവകരമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ വിപണിയിലെ ഉള്ള ഈ ഒരു വില നിയന്ത്രിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു കാഴ്ചയും. ഏറ്റവും വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് ഉള്ളി, അതുപോലെയുള്ള സവാള, ചെറിയ ഉള്ളി, സവാള, പഞ്ചസാര, അതുപോലെയുള്ള പലവ്യഞ്ജനങ്ങൾക്കെല്ലാം വില കൂടിയിരിക്കുകയാണ്. സാമ്പാറിൽ ഉപയോഗിക്കുവാൻ ഈ മുരിങ്ങയ്ക്ക വേണമെന്നുള്ള അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർ ഈ വാങ്ങിക്കുന്ന വെണ്ടയ്ക്കയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. 1 കിലോ വെണ്ടയ്ക്ക് 100 രൂപ വരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. മുരിങ്ങയ്ക്ക വേണമെന്ന് നിർബന്ധമുള്ളവർ മുരിങ്ങയ്ക്കും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു നിലയിലാണ്. അതുപോലെ ഇഞ്ചി സദ്യവട്ടത്തിലെ ഏറ്റവും മസ്റ്റായി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചിയും വാങ്ങിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വില കൊടുക്കേണ്ട ഒരു നിലയിലാണ്. എന്തായാലും മനു, ഇന്ന് രാവിലെ കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ വലിയ മഴയാണ്. എന്തായാലും ഇന്ന് മാർക്കറ്റിൽ നമ്മൾ രാവിലെ പോയപ്പോൾ തിരക്കൊന്നും കാണാൻ പറ്റിയില്ല. മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റാത്ത മഴ വെള്ളക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ അതൊരു ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന ആ ഒരു ബഹളം വരാതിരിക്കാനുള്ളതിലേക്ക് കോഴിക്കോട് ഇന്നലെ മുതൽ അത് മഴ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴ മാറി നിൽക്കുന്നതോടെ, പകൽ വെയിൽ വരുന്നതോടെ മഴ മാറി നിൽക്കുന്നതോടെ ഉത്രാടപ്പാച്ചിലേക്ക് കോഴിക്കോടും കടക്കും. എന്തായാലും ഇപ്പോൾ വിപണിയിലുള്ള ചില സാധനങ്ങളുടെ വില നിലവാരം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം. ഈ നേന്ത്രപ്പഴം 75 ആയിരുന്നത്, നേന്ത്രപ്പഴം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. 75 ആയിരുന്നത് അത് 55 ആയിരുന്നത് 80 രൂപയായിട്ടുണ്ട്. അതിൽ റോബസ്റ്റ് ആയിരുന്ന 40 രൂപയായിരുന്നത് 60 രൂപയായിട്ടുണ്ട്. തക്കാളിക്ക് 20 രൂപയായിരുന്നത് 25 ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനും 35 രൂപയാണ് വില. 30 രൂപയായിരുന്ന ഉള്ളിയാണ് 65, 70, 75 ഇന്ന് ഉയർന്നിരിക്കുന്നത്. വെണ്ടയ്ക്ക് നേരത്തെ 60 ആയിരുന്നത് ഇപ്പോൾ 100 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുളകിന് 80 രൂപയാണ് വില. മുരിങ്ങയ്ക്ക് 60, 70 രൂപയാണ് വില. പഞ്ചസാര നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ് വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അരിയും വില വർദ്ധിച്ചിട്ടുണ്ട് മനു. 45 നിന്നും 50, 60 രൂപയ്ക്കാണ് കുറുവ അരിയും മട്ടയരിയും എല്ലാം വില ഉയർന്നിട്ടുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ചെലവുകളെല്ലാം ചുരുക്കിക്കൊണ്ട് വയറ് വലിച്ചു കെട്ടി ഓണം ആഘോഷിക്കേണ്ട ഒരു നിലപാടിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗതികേടിലേക്കാണ് മലയാളികൾ പോകുന്നത്. സപ്ലൈകോയിൽ പോലും കൃത്യമായി സാധനങ്ങൾ ഉറപ്പുവരുത്താതെ സാധനങ്ങൾ അവിടെ പോയവർക്കെല്ലാം ചില സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഈ വിറ്റുവരവ് പരിശോധിക്കുമ്പോൾ നേരത്തെ സപ്ലൈകോയിൽ സപ്ലൈകോയിൽ പോലും വില വർധനവ് വരാതെ ഇടപെട്ട ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന. ആ ഒരു സർക്കാരിൻ്റെ പിന്തുണയായി വന്ന UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പാളിച്ച സംഭവിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഓണത്തിന്റെ സമയത്ത് തന്നെ അത് അങ്ങനെ വന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അരുൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ആ ഇടപെടലിന്റെ ഫലപ്രാപ്തി ഇല്ലായ്മ തന്നെയാണ് പല ഘട്ടങ്ങളിലും കാണാൻ കഴിയുന്നത്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നും നമ്മളാരും പറയുന്നില്ല കേട്ടോ. അത് അരുൺ പറഞ്ഞില്ല, നമ്മളാരും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ സാധനങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചത് 30 മുതൽ 40% വരെ വില കൂടിയിട്ടുണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ തുക സപ്ലൈകോയുടെ കച്ചവടത്തിലേക്ക് എത്തുന്നത്. അതാണ് ഈ 27 ലക്ഷം പേർ കയറിയപ്പോൾ തന്നെ 300 കോടി കടന്ന കച്ചവടത്തിന്റെ കണക്ക് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അത് ഇന്നലെ പലരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ KN ബാലഗോപാലും അതുപോലെ തന്നെ PM മുഹമ്മദ് റിയാസൊക്കെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഞാനത് കാണുകയും ചെയ്തിരുന്നു.